ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇതുണ്ടല്ലോ കോട്ടയം നാമ്പെടുത്ത് ഈയിടെയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫെസ്റ്റിന് പോയതിൻ്റെ വീഡിയോ കേട്ടോ. സത്യത്തിൽ പോകാൻ പ്ലാൻ ചെയ്തതൊന്നുമല്ല. അവതാറിൻ്റെ സെറ്റുണ്ട്, അങ്ങനെയാണ് കാണാൻ നല്ല രസമാണെന്നൊക്കെ കേട്ടെങ്കിലും കുഞ്ഞ് പേടിക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട് എനിക്ക് പോകാനായിട്ട് അത്ര താല്പര്യമില്ല. പക്ഷേ അവസാന നിമിഷം ഇങ്ങനെ പോയി കൊള്ളാം എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു നൈറ്റിൽ പോയതാട്ടോ. ഒത്തിരി ആളുണ്ടായിരുന്നു, ഒത്തിരി ആളുകൾ അവിടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവതാറിൻ്റെ സെറ്റൊക്കെ നല്ല രസമായിരുന്നു. പറയുന്ന പോലെ പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമുള്ളൊരു റോബോട്ടിക്സിൻ്റെയൊക്കെ ഒരു സെക്ഷനായിരുന്നു. അവിടെ റോബോട്ടിക് നായ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഹ്യൂമൻ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഈ റോബോട്ടിനെ കണ്ടു കഴിഞ്ഞ് ശരിക്കും ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ആ ജനങ്ങളുടെ റിയാക്ഷൻ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ മലയാള ഫിലിം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നുള്ള സിനിമയാണ് ഓർമ്മ വന്നത്. ശരിക്കും ഒരു വിചിത്ര ജീവിയെ കാണുന്ന പോലെയോ യന്ത്രത്തെ കാണുന്ന പോലെയല്ല, ഒരു ഓമനത്വത്തോടെയാണ് എല്ലാവരും കാണുന്നത്. തൊട്ട് നോക്കുന്നു, കൈ കൊടുക്കുന്നു, ചിലർ തോളെ തട്ടി മോനെ എന്ന് വിളിക്കുന്നു. അങ്ങനെ വളരെ രസമുണ്ടായിരുന്നു. നല്ല കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ജനങ്ങളുടെ പ്രതികരണമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതിന് ശേഷം നമ്മൾ ചെല്ലുന്ന ഒരു വെർച്വൽ റിയാലിറ്റിയുടെ ഒരു സെക്ഷനായിരുന്നു. ശരിക്കും അത് അടിപൊളിയായിരുന്നു. നമ്മൾ ശരിക്കും വേറൊരു ലോകത്ത് പറയാൻ എനിക്കറിയില്ല, പക്ഷേ ഞാൻ ശരിക്കും എൻജോയ്. ഞങ്ങളെല്ലാവരും, ഡാഡി, അമ്മ, ചേട്ടൻ, ചേച്ചി, അച്ചാച്ചൻ എല്ലാവരും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. കുഞ്ഞ് പേടിക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ ആദ്യമൊക്കെ അവനും ഇങ്ങനെ ക്യൂരിയോസിറ്റിയോടെ അവന് ഏതോ ഒരു ലോകത്ത് വളരെ വിചിത്രമായി എന്തൊക്കെയോ കാണുന്നു, അങ്ങനെ നോക്കിയിരിക്കുകയാണ്. പക്ഷേ അവസാന നിമിഷം ലൈറ്റൊക്കെ ഓഫായി ഒരു ഇരുട്ടൊക്കെ ആകുമ്പോൾ ചെറിയൊരു പേടിയുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമായിരുന്നു. ഇതാണ് എനിക്ക് പോയതിൽ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെട്ടതും എൻജോയ് ചെയ്തതും. നല്ലൊരു രസമായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ വീഴാൻ പോവാന്നൊക്കെ ഓർത്ത് ഞങ്ങളിങ്ങനെ കൈ ഓർത്ത് ഞങ്ങൾ വീട്ടിലുള്ളവരെല്ലാവരും പിടിച്ച് നല്ല രസമായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന് ശേഷമായിട്ട് ഫുഡിൻ്റെ സെക്ഷനൊക്കെ ആയിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ ഐസ്ക്രീമേ തുടങ്ങി. ഐസ്ക്രീം പലരും പല ഫ്ലേവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിച്ചു നോക്കി. ജാക്ക് ഫ്രൂട്ട് വിത്ത് ബ്ലാക്ക്ബെറി, ജാക്ക് ഫ്രൂട്ട് വിത്ത് സപ്പോട്ട, ജാക്ക് ഫ്രൂട്ട് വിത്ത് അവോക്കാഡോ, ഫിഗ് ആൻഡ് ഹണി, അങ്ങനെ പല ഫ്ലേവേഴ്സും, ഒപ്പം ജാക്ക് ഫ്രൂട്ടിൻ്റെ ഫ്ലേവറും. അങ്ങനെയായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓരോരോ പരീക്ഷണങ്ങൾ ചെയ്തതൊക്കെ പാളിപ്പോയി, എന്നാലും കഴിച്ചു. എന്നിട്ട് കുറേ ഫോട്ടോ എടുത്ത് പോപ്കോണും മേടിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത സെക്ഷനിൽ പോയി. അവിടെ പിന്നെ കോഴിക്കോടൻ ഹൽവ, പിന്നെ പഴയകാല മിഠായികൾ, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. നമ്മുടെ കോഴിക്കോടൻ ഹൽവയിൽ ഞങ്ങളും 2 ഐറ്റം ചൂസ് ചെയ്തായിരുന്നു. ഒത്തിരി കഴിക്കാൻ പാടില്ല, ഇതൊക്കെ ഓയിലിയാണ്, എന്നാലും ഞങ്ങൾ മേടിച്ച് കഴിച്ചു. പിന്നെ ഈ പഴയകാല മിഠായികൾ കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടായിരുന്നു. പണ്ടത്തെ സിഗരറ്റ് മിഠായും, പിന്നെ പുളിമിഠായും, അതുപോലെ തന്നെ ശർക്കര മിഠായി, കുതിര മിഠായി, അങ്ങനെ പലതും കണ്ടപ്പോഴത്തേക്ക് അതിലോരോ പാക്കറ്റ് വെച്ച് ഞങ്ങൾ മേടിച്ചു കേട്ടോ. പിന്നെ അതിൽ കുറച്ചുകൊണ്ട് നടക്കാൻ കുറച്ച് കടലയും മിക്സാക്കി, പല ഫ്ലേവറിൻ്റെ മിക്സാക്കി മേടിച്ചിട്ട് ഞങ്ങൾ അതിൽ അപ്പം തന്നെ കിട്ടിയ പാടെ കഴിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ കമ്മലിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു, അച്ചാറിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ കുലുക്കി